അല്ല അങ്ങനെയല്ല, അത് ഒറ്റ കാര്യത്തിലേക്ക് പോകാൻ ഇപ്പം നമുക്ക് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഓക്കെ. ഇപ്പം എനിക്ക് അഭിനയത്തിൽ മാത്രം നിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടായി. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം ഒതുക്കിയിട്ട് ആ ഒരു ഒറ്റ കാര്യത്തിലേക്ക് പോകും. ഇപ്പോൾ എനിക്ക് അങ്ങനെ സിനിമ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടിണി കിടക്കേണ്ട ഒരു ഇതാണെങ്കിൽ എനിക്ക് വാർക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരുന്നത്. കാരണം ഈ സിനിമാക്കാരെല്ലാവരും കൂടെ എനിക്ക് ചാൻസ് തരാതാകും. ഇപ്പം തന്നെ 10 ചാൻസ് വരുന്നതിൽ 8 തട്ടിപ്പോയിട്ട് 2 വരുന്നുള്ളൂ. ഏതാ നട്ടലുള്ളവന്മാരാണ് എനിക്ക് ചാൻസ് തരുന്നത് ഈ തുറക്കുന്നത് കൊണ്ട്. പക്ഷേ എനിക്ക് മതിയത്. അപ്പോൾ ഈ പല പല മേഖലയിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് ജീവിച്ച് പോകാനുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ കിട്ടും. അതുകൊണ്ടാണ് പല മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ താരങ്ങളെന്നൊക്കെ പറയുന്നവർക്ക് പോലെ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അതിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടി തുടങ്ങിയാൽ ഏതാണ് അതിൽ എനിക്ക് നിൽക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം, ഈ ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെടാതെ ഈ പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പേരുകളിലുള്ള വലിയ നടന്മാർ പോലും മറ്റു വലിയ നടന്മാരെ നട്ടല് വളച്ച് നിൽക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് ഒന്നുമല്ലാത്ത ഞാൻ ഈ വാദം സംസാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ അവർക്ക് നിഷ്പ്രയാസം ഒരു പൂവിൻ്റെ ലാഭത്തോടെ എടുത്ത് കളയാൻ അവർക്ക് പറ്റുമല്ലോ. അല്ല ബ്രൂസ്, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വലിയ താരങ്ങൾക്ക് സൂപ്പർ സ്റ്റാർസിൻ്റെ സ്തുതിപാഠകരായി കഴിഞ്ഞാൽ 100% എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ, സ്തുതിപാഠകർക്കാണ് വീണ്ടും വീണ്ടും ചാൻസ്. ഇവിടെ റെയറായിട്ടുള്ളവരെ ഉള്ളു പൃഥ്വിരാജിനെ പോലെയുള്ള ഇത്തിരി ഗട്സ് ഉള്ളവന്മാർ. ബാക്കിയുള്ളവർക്കൊക്കെ നിൽക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ സ്തുതി പാടാതെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ പുകഴ്ത്തണം. ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നട്ടലില്ലായ്മ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിനകത്തൊരു പൊളിറ്റിക്സ് വളരെ 100% ഉണ്ട്. എല്ലാത്തിലുള്ളവർ തന്നെ സിനിമയിലും ഉണ്ട്. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന നായകൻ്റെ പരിവേഷമൊന്നും അവരൊന്നും ജീവിതത്തിലില്ല. പലരും നായകനായിട്ട് കാണുന്നവരൊക്കെ ജീവിതത്തിൽ വില്ലന്മാരാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ? എക്സ്പ്ലെയിൻ ചെയ്യാൻ സിമ്പിളാണ്. അവർ ജീവിതത്തിൽ ഭയങ്കര മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ നന്മയായിട്ട് പെരുമാറാനും ഒക്കെ ആയിട്ട് കാണിക്കുന്നില്ലേ. ജീവിതത്തെ അങ്ങനെയൊന്നുമല്ല. മറ്റുള്ളവർക്ക് എങ്ങനെ പാര വെക്കാം, ഒരുത്തൻ്റെ ചാൻസ് എങ്ങനെ ഇല്ലാതാക്കാം, അവനെ അത് പറഞ്ഞില്ലേ എന്നാൽ പിന്നെ അവനെ വളർത്തണ്ട, അവനെ അങ്ങ് അടിച്ചില്ലാതാക്കാം. ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നഷ്ടമായ അവസരങ്ങളുണ്ടോ ഫിറോസ്? ഒരുപാടുണ്ട്. അങ്ങനെ നഷ്ടമൊന്നുമല്ല, അതിൽ എനിക്ക് വിധിയില്ലായിരിക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ഒരു 10 ചാൻസ് വന്നു കഴിഞ്ഞാൽ 8 തട്ടിപ്പോവും. ഈ അടുത്തിടയ്ക്ക് തന്നെ ഞാനൊരു ഒമർ ലുലുവിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഒമർ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ അതിനകത്ത് ബാഡ് ബോയ്സിൽ അഭിനയിച്ചു. അതിനകത്ത് സത്യത്തിൽ അത് ഒരു സീനാണ്. അത് പുള്ളി അത് എനിക്ക് ബാറിനകത്തുള്ള ഒരു സീനാണ്. പക്ഷേ അദ്ദേഹം എനിക്ക് വേണ്ടി അത് നല്ല രീതിയിൽ തന്നെ അത് പ്രത്യേക ബിൽഡപ്പ് ഒക്കെ തന്നു. പക്ഷേ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ക്യാരക്ടർ അതായിരുന്നില്ല. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അതിനകത്ത് വലിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ കഥ പറയുന്നത് തുടക്കം, ആ കഥ എഴുതാൻ തുടങ്ങിയ മുതൽ ആ ക്യാരക്ടർ എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയും അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്തായിരുന്നു. അവസാനം അത് വേറെ പ്രൊഡ്യൂസർ ടീം ഏറ്റെടുത്തിരുന്നു. ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്നില്ല. ആ പ്രൊഡ്യൂസറിന് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. എന്നെയൊന്നും അറിയത്തില്ല. എൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാരണം അവർക്കെന്ന് അവരെ സ്തുതി പാടുന്ന കുറച്ച് ടീമുകളുണ്ട്. അവരെ അതിലേക്ക് പേസ്റ്റ് ചെയ്തു. അപ്പം ഒരു ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളിക്കത് കേൾക്കേണ്ടി വന്നു. 100% അയാൾ ഒരിക്കലും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പകരം എനിക്ക് പുള്ളി എൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അങ്ങനൊരു സീൻ അയാൾ മനോഹരമായിട്ട് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ സ്തുതി പാടാത്തത് കൊണ്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇനി സ്തുതി പാടിയിട്ട് ചാൻസ് മേടിക്കുമെന്ന് ജന്മത്തിലും പ്രതീക്ഷിക്കേണ്ട. കാരണം എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഞാൻ ഒരിക്കൽ മരിക്കുമെന്നുള്ളത്. പൂർണ്ണമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. മരിക്കാതെ ജീവിക്കുന്നൊരു വ്യക്തിയായിരുന്നു ചിലപ്പോൾ ഞാൻ സ്തുതി പാടി തന്നെ. അജയനായിട്ട് കൂടെ ജീവിക്കുകയായിരുന്നെങ്കിൽ, ചിരഞ്ജീവിയാട്ടങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ സ്തുതി പാടാമായിരുന്നു. കാരണം ഒരിക്കലും മരിക്കുന്നില്ല, എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ ഇവിടെ എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഞാൻ മരിക്കുമെന്ന്. 2 ദിവസം മുന്നേ മരിച്ച അത്രയ്ക്ക് സന്തോഷമുള്ളൂ എനിക്ക്. എന്താ ഈ സൂപ്പർ താരങ്ങളിൽ ഒട്ടും യോജിക്കാൻ പറ്റാത്ത പെരുമാറ്റ രീതികളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേരൊക്കെ നമ്മൾ പേരെടുത്ത് പറഞ്ഞവരൊക്കെ എന്തിനാണ് ചുമ്മാതെ. കുറച്ച് പേരൊക്കെ മനുഷ്യത്വമില്ലാതെയാണ്. ഒരു കൈൻഡ്നെസ് ഇല്ല. ആർക്കും ഒരു കൈൻഡ്നെസ് ഇല്ല. മറ്റൊരാളുടെ വേദനകൾ അറിയില്ല. ഇത്രയും ഈ പ്രേക്ഷകരാണ് ഇവരെ വളർത്തിയെന്നുള്ള തോന്നൽ പോലും ഇവർക്കില്ല. ഇവരിപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ കൊണ്ടുവന്ന് തിയേറ്ററിൽ പോയി ഇത് ടിക്കറ്റും എടുത്ത് ഇരുന്ന് കണ്ട് കൈയടിച്ച് സ്നേഹത്തോടെ ചെന്ന്, അത് സ്നേഹമാണ്. അവരുടെ അടുത്തുള്ള സ്നേഹം കാരണം ചെന്നൊരു ഫോട്ടോ എടുക്കാൻ നിന്നാൽ പോലും തോളെ കൈയിടുന്നത് മാറ്റ് അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എത്രയോ നാളത്തെ ആരാധനയായിരിക്കും. ആരാധന സ്നേഹം അവരുടെ വീട്ടിലൊരു അംഗത്തിൻ്റെ കണക്കാണ് കാണുന്നത്. ഒരാളുടെ വാലറ്റ് എടുത്ത് നോക്കിയാൽ പോലും നടന്മാരുടെ ഫോട്ടോ ആയിരിക്കും അതിൽ കിടന്നത്. ഒരാളുടെ മൊബൈലിലെ ഗാലറിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നടന്മാരെ നടിമാരെ ഫോട്ടോ അവരുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ പോലും ആയിരിക്കത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഇവർ ചെന്നിട്ട് ഇത്രയും ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അത് അവരുടെ ഒരാളായിട്ട് കാണുന്നുണ്ടാണ്. അപ്പോഴാണ് അമ്മമാരെ ജാട കാണിക്കുന്നത്. തള്ളി മാറ്റി അതിനൊക്കെ ബൗൺസേഴ്സ് പാട്ട് ഇവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വന്നിട്ട്. അപ്പോൾ ഇവർ എന്നാൽ എനിക്ക് മനസ്സിലാക്കാനുള്ളത്, എന്നാലും ഇവർ ചിന്തിക്കുന്നില്ലല്ലോ. ഈ ആരാധകരെന്ന് പറഞ്ഞ തെണ്ടികൾ ചിന്തിക്കുന്നില്ലല്ലോ ഇതിലങ്ങ് ഒരു കാര്യമില്ലെന്നുള്ളത്. നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അത് കണ്ടു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, വിടുക. പിന്നെ ഇവരുടെ ബാക്കി ഓടി കിടക്കേണ്ട ആവശ്യം എന്താണ്?
ഒരു കാര്യമില്ലെന്നുള്ളതാണ്. ഒരു 10-300 പേരുടെ ഒരു കഴിവാണ്, 10-300 പേരുടെ എഫോർട്ടാണ് ഒരു സിനിമയെന്ന് പറയുന്നത്. അതല്ല ഇതിപ്പോൾ എല്ലാവരും കാണുന്നത് അതിലെ നായകൻ ആരാണോ അയാളുടെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത്. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിലാണ് സിനിമ. മോഹൻലാലിൻ്റെ എല്ലാ പടവും കോളേജുമാരൻ എന്നൊക്കെ പറയുന്ന പടമുണ്ട്, കണ്ടിട്ടുണ്ടോ? ചിരി ചൂപ്പാട് വരും പൈസ പോയതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ റിലീസാവില്ലല്ലോ മോഹൻലാലിൻ്റെ മാത്രം കഴിവാണെങ്കിൽ. അങ്ങനെയൊന്നുമല്ല, ഒരുപാട് പേരുടെ ക്രിയേറ്റിവിറ്റിയാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ആരാധനയും അതും ഇതൊക്കെ അങ്ങ് നിൽക്കും. ഏറ്റവും വലിയൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ ഷോയ്ക്ക് ഒരു ഷൂട്ടിൻ്റെ കാര്യം പറയാം. ഒരു ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് ഞാൻ കോളേജിൻ്റെ ഷൂട്ടാണ്. ഞാൻ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ച്, മോനെ അവൻ എന്താ സൈക്കോളജി എന്താ പഠിക്കുന്ന പയ്യനാണ്. ഞാൻ ചോദിച്ചു, നിൻ്റെ മാതൃകാ പുരുഷൻ, നിന്നെ ഇൻസ്പയർ ചെയ്ത ആരാണ്? അവ എടുത്ത ഉടനെ അവൻ പറയണം നിവിൻ പോളിന്ന്. ചിരിച്ചിരിച്ച് എൻ്റെ ഊപ്പാടും എന്ത് മ്ലേച്ഛമായ ഉത്തരവാണ് പറഞ്ഞത്. ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ നിവിൻ പോളിന്ന്. ഞാൻ കരുതിയത് വല്ല ഗാന്ധിജിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരോ സയൻറ്റിസ്റ്റുകളെയോ ഏതെങ്കിലും കാര്യം പറയുമെന്ന്. ഞാൻ എൻ്റെ മനസ്സിൽ സെലിബ്രിറ്റീസായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടന്മാരെയൊന്നുമില്ല. ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളെയും ലോകത്തിന് സംഭാവന ചെയ്ത ആൾക്കാർ, ഓരോ കാര്യങ്ങൾ നമ്മൾ ജനതയ്ക്ക് സംഭാവന ചെയ്ത ആൾക്കാരെയൊക്കെയാണ് ഞാനൊരു സെലിബ്രിറ്റി തലമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരുമായിട്ട് എടുക്കണം ഞാൻ ഇന്നുവരെ ആഗ്രഹിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഒരു IT ഫേമിൽ നല്ലൊരു ജോലി ലഭിക്കുകയും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ആൾ കാലൊടിഞ്ഞ് ഓഡീഷന് പോയി ഫിലിമിൽ സെലക്റ്റായി 2 സിനിമകൾ, പ്രേമമായാലും ശരി, നേരമായാലും ശരി, തട്ടത്തിനുമായാലും ശരി, മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളാണ്, ഐതിഹാസികമായ വിജയങ്ങളാണ്. അയാൾ സ്വന്തം ഒരു സ്റ്റാർ കണക്ഷനും ഇല്ലാതെ ഒരു എംപയർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ആളാണ് നിവിൻ പോളി. ആ വിധത്തിൽ ആ കുട്ടിക്ക് ആരാധന തോന്നിക്കൂടെ? അങ്ങനെയല്ല, ഞാനത് ചോദിച്ചു നിവിൻ പോളിയുടെ ആരാധന എന്താ, അതൊക്കെ അതിലേക്ക് വന്നില്ലല്ലോ നമ്മൾ. അപ്പം ഞാൻ ചോദിച്ചു നിവിൻ പോളിയുടെ അടുത്ത് എന്താണ് അങ്ങനെ പുള്ളിയുടെ തോന്നുന്നത്. കാരണം പുള്ളി ചെയ്ത പ്രേമത്തിലെ അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ കൊണ്ടാണ് പുള്ളിക്ക് അത് വന്നത്. പുള്ളി ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് നിവിൻ പോളി എന്തുകൊണ്ടാണ് ആരാധിച്ചത് ഞാൻ ചോദിച്ചു. ഞാനന്നേരം ചോദിച്ചു എടുത്ത് ഞാൻ വിചാരിച്ചു നീ പറയാൻ വരുന്ന ഭയങ്കര വലിയൊരു ഉത്തരവാണെന്ന് ഞാൻ വിചാരിച്ചു. നീ എന്താണ് നിവിൻ പോളിയിലേക്ക്? അത് പുള്ളി ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ അത്രയും എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തുകൊണ്ടാണെന്ന്. പുള്ളി ചെയ്ത കഥാപാത്രങ്ങൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് അയാൾ നിവിൻ പോളിയെ മാതൃകാ പുരുഷനായിട്ട് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു തലത്തിലെത്തി നിൽക്കുകയാണ്. മനസ്സിലായി. എനിക്ക് വളരെ മ്ലേച്ഛമായ ഒരു ഉത്തരവായിട്ടോ. എനിക്ക് നിവിൻ പോളിയോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാനത് പറഞ്ഞത്. നിവിൻ പോളിയുടെ സ്ഥാനത്ത് വേറൊരാൾ ആരായിരുന്നെങ്കിലും ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള അതല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ആരായാലും എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. ഇപ്പോൾ മോഹൻലാലാണെന്ന് കുട്ടിക്കുള്ളൂ, അയാളുടെ കഥാപാത്രങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ പറഞ്ഞ ആസ്പെക്റ്റിലാണെങ്കിൽ പിന്നെ നമുക്ക് സമ്മതിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പയ്യൻ പറയുമ്പോൾ എനിക്ക് അവനോട് പുച്ഛമാണ് തോന്നിയത് അന്നേരം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇത് ഒരു മെജോറിറ്റി, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മെജോറിറ്റിയിലേക്ക് എത്തുക, ഫിറോസിന് നിവിൻ പോളിയോട് എന്തോ അസ്വസ്ഥ ഉണ്ട് എന്നല്ല? ഒരിക്കലുമില്ല. അയ്യോ, എനിക്ക് നിവിൻ പോളി ഞാൻ ഇപ്പോൾ നിവിൻ പോളി അവൻ പറഞ്ഞുകൊണ്ട് പറയട്ടെ. നിവിൻ പോളിയുടെ സ്ഥാനത്തിൽ ഇപ്പോൾ മോഹൻലാൽ എന്നോ മമ്മൂട്ടി എന്നോ രജനീകാന്ത് ആരെന്ന് പറഞ്ഞാലും കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻസ്പയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ ഒരു ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് ഇൻസ്പയർ മാതൃക എന്നൊക്കെ തോന്നുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണ്ടേ? കഥാപാത്രങ്ങളുണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. അതെനിക്ക് വലിയ പേഴ്സണലി അതൊരു മ്ലേച്ഛമായിട്ട് തോന്നി. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്.